എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ വറട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ ഇപ്പം തിളപ്പിച്ച് വെച്ചത് കാണിച്ചിട്ടില്ല. കാരണം അത് കാണിക്കേണ്ട ആവശ്യമില്ല. കാര്യം വെള്ളം ചൂടാകുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ട് വെള്ളം നല്ല ചൂടായി കഴിയുമ്പോൾ നാരങ്ങ അതിനകത്തോട്ട് കഴുകി പറക്കിയിടുക. എന്നിട്ട് ആ വെള്ളം വരുമ്പം അതങ്ങ് അടച്ച് പാത്രം വെച്ച് ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് ഒരു വെള്ളം ചെറിയൊരു ചൂടൊക്കെ മാറി ഒരു തണുപ്പാകുമ്പോഴത്തേക്ക് അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അത് വേറൊരു വെള്ളമൊക്കെ വാറ്റി വച്ചിട്ട് ഒരു തുണി കൊണ്ട് നാരങ്ങ നല്ല തുടച്ചെടുക്കുക. കാര്യം തിളപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ഈ നാരങ്ങ പൊട്ടി അതിൻ്റെ ജ്യൂസ് വെളിയിൽ വരും. അതുകൊണ്ടാണ് തിളപ്പിക്കരുതെന്ന് പറയുന്നത്. എന്നിട്ട് ഞാനത് തുടച്ച് എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ്. അത് ഞാൻ കാണിച്ചില്ല, കാര്യം എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാറുണ്ട്. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 8 ടീസ്പൂൺ പിരിയ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു 2 ഉണ്ട വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു കഷ്ണം കായം. ആ കായം ഞാൻ ഇങ്ങനെ കായ എണ്ണയിലിട്ട് വറുക്കുമ്പോൾ എണ്ണയിലിട്ട് അതിന് വറുത്ത് പൊടിക്കണം. പൊടി ഇടുന്നതിനേക്കാളും നല്ലതാണ്. വറുത്ത് പൊടിക്കുമ്പം അത് നല്ല കനം കുറച്ച് പരത്തി വെച്ചേക്കുക. കാര്യം നല്ല ഉള്ളൊക്കെ മുരിഞ്ഞ് കിട്ടാൻ പൊടിക്കുമ്പോൾ നല്ല പൊടിയാൻ വേണ്ടിയിട്ട്. അന്നേരം അതിവിടെ വെച്ചേക്കണം. നമുക്ക് ആദ്യമേ കായ ഒന്ന് വറുത്ത് പൊടിക്കാം. അപ്പം നമുക്ക് ആദ്യമേ അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചിട്ട് ഈ ഉലുവയൊന്ന് വറുത്തെടുക്കാം. അല്ല, ഉലുവയല്ല, സോറി, കായം. കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇപ്പം എണ്ണ ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കായം ഇടാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായേ, നമുക്ക് ഈ കായം ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ചൂടാവണമായിട്ട് കായം ഒന്ന് മരിയട്ടെ. അപ്പം നമ്മൾ ഈ കായം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. കായം ഒന്ന് മരിയട്ടെ. കായം നല്ല മുരിഞ്ഞില്ലെങ്കിൽ കായത്തിൻ്റെ ഉള്ളു മുരിഞ്ഞില്ലെങ്കിൽ ഉള്ളു പൊതുപതായിരിക്കും. പൊടിക്കാൻ നേരത്ത് പൊടിയാൻ പറ്റത്തില്ല. നമ്മുടെ കായമൊക്കെ മുരിഞ്ഞ് വന്ന് നമ്മൾ കായം ഈ ഇടിക്കുന്ന കല്ലിലോട്ട് വെക്കാം. കായം നല്ല മൊരിയണം. മതി, കിടക്കട്ടെ. തണുപ്പ് മാറട്ടെ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് തണുപ്പ് മാറട്ടെ. അപ്പം നമുക്ക് ബാക്കി എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, ആർക്കും ഉണ്ടാക്കാം. ഇനി ഇതിനകത്ത് എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ കടുക് പൊട്ടാതെ കിടക്കും, കുറേ സമയം എടുക്കും. 1 ടീസ്പൂൺ കടുകിട്ട് അതിന് ഇതിനകത്ത് വെള്ളം ചേർക്കുന്ന പിക്കിളല്ല.
വെള്ളം ചേർക്കുന്നത് വറുത്തെടുക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടിപ്പോൾ പുറത്ത് വെക്കാം, എത്ര നാൾ വേണമെങ്കിലും വെളിയിലിരിക്കും. ഓക്കെ, കടുകെല്ലാം പൊട്ടി. ഇനി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറയ്ക്കാം. ആദ്യം വെളുത്തുള്ളി പൊട്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ഈ നാരങ്ങ ഇതിനകത്തോട്ട് ഒന്നും ചെയ്യണം, പൊട്ടിക്കും വേണ്ട, ഒന്നും വേണ്ട. ഒത്തിരി അങ്ങ് വഴക്കണ്ട, കാരണം ഇത് പൊട്ടും, നാരങ്ങ പൊട്ടും. പിന്നെ അതിൻ്റെ നീര് ഇത് നമുക്ക് നാരങ്ങ പൊട്ടണ്ട. ഇത് പൊട്ടാതെ ഇത് കെട്ടി വെച്ചിട്ട് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അരപ്പുമായിട്ട് മിക്സായി നല്ല ടേസ്റ്റായിരിക്കും. ഇതിനപ്പോൾ എണ്ണയിലിട്ടിട്ട് പൊട്ടണ്ട. അങ്ങനെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഈ കറിവേപ്പിലയൊക്കെ കരി വെച്ചേക്കുന്ന കറിവേപ്പിലയാണ്, വീട്ടിൽ ഉണ്ടായ കറിവേപ്പിലയാണ്. അപ്പോഴേ നമുക്ക് നിർത്താം. ഒരു 2-3 മിനിറ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നിർത്താം, അടുപ്പ് ഓഫാക്കാം. ഇനി ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്താണ് നമ്മൾ പൊടികൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിനിപ്പം ഒരിച്ചിരി ഒന്ന് നമുക്ക് മാറട്ടെ. അപ്പം നമുക്കേ ഈ കായെല്ലാം നല്ല ഒരു മരാന്നായിട്ടുണ്ട്. പൊടിച്ചതിനകത്ത് ചേർക്കാം. കായപ്പൊടിനകത്ത് ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം. ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 8 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് പിരിയൻ മുളകാണേ. ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ചെറിയ ചൂടിൽ തീ ഓഫാക്കിയിട്ടേക്കാണ്. ഞാൻ തീ ഓഫാക്കിയിട്ടൊരു 7 മിനിറ്റായി. ചെറിയ തീയിൽ ഇട്ട് നമുക്ക് ഇളക്കാം.
ഇതിന് എണ്ണയാണ് വേണ്ടത്, നല്ലെണ്ണ. കാര്യം വെള്ളം നമ്മൾ ചെയ്യുന്നില്ലല്ലോ. വെള്ളം ഒരു ശാലം പോലും ആവില്ല, തുള്ളി വെള്ളം ഉണ്ടാവില്ല. അതിനകത്ത് നമുക്ക് ബാക്കി ഉപ്പിടാം. ഉപ്പൊക്കെ അളവ് പറയുകയാണെങ്കിൽ ആവശ്യം ഉപ്പിലിട്ടതല്ലേ, അത്രയും മതി. അത് കണ്ടില്ലേ, അധികം സമയം എടുത്തില്ല, എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞത്. നമ്മുടെ നാരങ്ങ വറുത്ത് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് തണുത്ത് നല്ല തണുക്കണം, നല്ല തണുത്തിട്ട് ഒരു ഡപ്പയിലാക്കി, അല്ല കുപ്പിയിൽ കണ്ടെയ്നറിനകത്താക്കി വെച്ചേക്കണം. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കി ഇളക്കിയിട്ട് ഉപ്പിട്ട്, അപ്പോഴത്തേക്ക് ഇത് പൊട്ടി വരും. പൊട്ടി നല്ല ഇത് വരും. അത് കഴിഞ്ഞ് കുറേ ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം. നല്ല അരപ്പൊക്കെ വന്നു കഴിഞ്ഞ് നീരൊക്കെ വെളിയിലോട്ട് ഇറങ്ങി പൊട്ടി നല്ല മയം വരും. നല്ല ടേസ്റ്റാണ് ഇത്. ഒരുപാട് ചോറ് കഴിക്കാം ഇതുകൊണ്ട്. ഓക്കെ, അപ്പം ഇത് കണ്ടല്ലോ, ഇങ്ങനത്തെ നാരങ്ങ വറുത്ത് ഇപ്പം അധികം സമയം എടുക്കത്തില്ല, ഒന്നുമില്ല. അന്നേരം ഇതിലൊന്ന് ആറട്ടെ. അപ്പം ശരി.